അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത്, വീട് വെക്കാൻ പോകുന്നതുകൊണ്ട് കണക്കും രേഖകളും വ്യക്തമാക്കാതെ ഇവിടെ നിന്ന് നേരിട്ട് അവരെ വിളിച്ചു കൂട്ടിയിട്ട് മേലിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ഇതുകൊണ്ട് ഈ വേറൊന്നുമല്ല സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് 51 ആളുകൾക്ക് മാത്രമായിട്ട് ഈ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പദ്ധതിയിട്ട് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഈ നോട്ടീസ് ഇറക്കിയതിനകത്ത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധത ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് ലൈഫ് പദ്ധതി എന്ന വസ്തു വാങ്ങി തന്നിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും നഗരസഭയും കൂടി ചേർന്നിട്ടാണല്ലോ. അല്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. ഈ നാട്ടില് വീട് വെച്ചു കൊടുത്ത് മാതൃകയായിട്ടുള്ള യുവജന സംഘടനകൾ പ്രവർത്തിക്കുന്ന നാടാണ് നമ്മുടെ നാടെന്ന് പറയും. പിന്നെ അങ്ങ് പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടിയില്ല, അറിയിപ്പ് കിട്ടിയില്ല എന്ന്. പക്ഷെ അദ്ദേഹം തന്നെ ആ നോട്ടീസ് എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പറയുന്നത് എനിക്ക് അറിയിപ്പ് കിട്ടിയില്ല എന്ന്. അപ്പൊ പിന്നെ നോട്ടീസ് എങ്ങനെ കിട്ടി? ആ അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ത് ചെയ്യുകയായിരുന്നു? ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇപ്പൊ അവിടെ വന്ന് സമരം നടത്തുകയാണ്. കേരള സർക്കാർ ഇത് ഒപ്പിടാത്തതിന്റെ പേരിലല്ലേ നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടി വന്നത്? ഹരിച്ചേട്ടൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ അഞ്ജനം എന്നത് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. ചേന കഴിഞ്ഞിട്ട് ചേമ്പ് പറഞ്ഞില്ല, ചേമ്പിന് മുമ്പായിട്ട് വീട് പറഞ്ഞു, വീട് കഴിഞ്ഞിട്ട് റോഡ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വാഴ പറഞ്ഞു. വഞ്ചിയൂർ ശങ്കരൻകുട്ടി നായർക്ക് മാത്രമല്ല അഭിപ്രായം, എനിക്കുമുണ്ട് അഭിപ്രായം. ഇന്നതേ പറയാവുള്ളൂ എന്നുള്ള തെറ്റൂരൊന്നും പുറപ്പെടുവിക്കാൻ ബുദ്ധിമുട്ടാണത്. അങ്ങേക്ക് അത് വേണ്ടി മറുപടി പറയാൻ മൈക്ക് തരാം. ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്ന ആളിനെ ഒരിക്കലും വിളിച്ചുണർത്താൻ പറ്റില്ല. കാര്യം അവൻ ആ ഉറക്കം നടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സാർ, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചോന്ന് എന്തിനാണ്? അദ്ദേഹം ഇതിനു വേണ്ടി 1 രൂപയെങ്കിലും തരുന്നുണ്ടോ? ആരുടെ കൂടെ ജനം നിൽക്കും എന്നുള്ളത് നമുക്ക് അപ്പം നോക്കാം. നമുക്ക് രാഷ്ട്രീയം അങ്ങനെ പൈറ്റ് നോക്കാം. നിവൃത്തിയില്ലാതെ വരുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാടങ്ങ് മതിയാക്കി കളയണം. അതുകൊണ്ട് ചൂളിപ്പോവില്ല. സംസ്ഥാന സർക്കാരും ഈ 1572 ആളുകളെയും വിളിച്ചു ചേർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം, നമ്മളെ വിളിച്ച് ചേർക്കും, പറയാനുള്ളത് പറയും. ഈ ശ്രീകുമാറിന് അവിടെ നിന്ന് എണീച്ചു വന്ന് ശ്രീകുമാറിന്റെ ചെവിട്ടത്ത് വിരൽ കൊണ്ട് കുത്തിയിട്ട് പോയിട്ടുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. മോഡിജി തന്നിട്ടാണോ ഈ സ്ഥലം വാങ്ങി ഈ 1572 പേര് സ്ഥലം വാങ്ങി തന്നത്? അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരുടെയെങ്കിലും തറവാട്ടിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടല്ല നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾ വിനിയോഗിക്കുക. അല്ല, അദ്ദേഹം പറയട്ടെ, നിങ്ങൾക്ക് മൈക്ക് തരാം, എല്ലാവർക്കും മൈക്ക് തരാം. ആ അപേക്ഷ കൊടുക്കുന്നവർക്ക് മുഴുവൻ വീട് വെച്ചു കൊടുക്കാൻ, ഇന്നത്തെ ഈ വീടല്ല, അതിനെക്കാട്ടിലും അതുക്ക് മേലെ എന്ന് പറയുന്ന രൂപത്തിൽ നിങ്ങളൊരു മാമാങ്കം നടത്തി, സന്തോഷം. അത് നടത്തിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വഴി കിടക്കണതിനെടുത്ത് കിണതിക്ക് അടിക്കരുത്. അതിന് ചിരിക്കുകയും ചെയ്യുന്ന അതിന് സന്തോഷം നിർവൃതി അടയുകയാണെങ്കിൽ വളരെ സന്തോഷം. ആ നിർവൃതി കൊണ്ട് സന്തോഷിക്കട്ടെ. നിരവധി കഴിഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ 1 മാസത്തിൽ 1 പ്രാവശ്യം കേന്ദ്രത്തിൽ പോയി അവാർഡ് വാങ്ങിക്കൊണ്ടുവരും. ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു എംബ്ലം നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കാണിച്ചു തരാൻ സാധിക്കൂ? തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ തെറ്റിനെയാണ് നഗരത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ഭരണത്തിൽ നിന്ന് തൂത്തെറിഞ്ഞതെന്ന് ഈ മൈക്ക് അനുവദിച്ചു തരാം എന്ന് കാണിക്കുന്ന മനസ്സ് ഒക്കെ തന്നെ ഈ ഭരണ സംവിധാനത്തിന്റെ, തിരുവനന്തപുരം നഗരസഭയുടെ 2 മാസത്തോളമായിട്ടുള്ള ഈ ഭരണ സംവിധാനത്തിന്റെ ഒരു തരത്തിലുള്ള വീഴ്ചകളും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ആത്മാർത്ഥമായിട്ട് സാധിക്കില്ല. ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ ഒരു ഇടം തരൂ, അതിനുള്ള കാശ് തരൂ എന്ന് ചോദിച്ച് വന്നപ്പോൾ നിങ്ങൾ എംബ്ലത്തിൽ പിടിച്ചിരിക്കുക. അത് ഒരാളുടെ വെല്ലുവിളിയുടെ മുമ്പിലും മുട്ടുമടക്കുന്ന പാർട്ടിയല്ല. PMAയുടെ എംബ്ലം എന്നുള്ളതിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടോ? PMA പ്രധാനമന്ത്രി ആവാസ് യോജന. അല്ല, ഫോട്ടോ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉണ്ടോ? ഫോട്ടോ ഉണ്ട്, എംബ്ലം ഉണ്ട്. നമ്മുടെ എംബ്ലമല്ല, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ ഒരു വീടുകളിലും പതിച്ചില്ല. നമ്മൾ നിന്ന് എനിക്ക് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉണ്ട്, കുടുംബശ്രീ. അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങ് പറഞ്ഞത് ഫോട്ടോ അങ്ങയുടെ ഫോണിലുണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്ന ഈ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തിട്ടില്ല, ഒന്ന് പരിശോധിക്കാം. ഞാൻ അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട രാഖി രവികുമാർ അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. പോയിന്റ് ഓഫ് ഓർഡറിൽ ഇതും കൂടി ചേർക്കണം. പറഞ്ഞതുപോലാണോ വേറെല്ലാം പ്രവർത്തിക്കാൻ പറ്റിയത്? പറ്റില്ല, നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഇതാണോ പ്രധാനമന്ത്രിയുടെ പടം? അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല, ഞാൻ പറയട്ടെ, പുതിയ അറിവായതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്കും അറിയണമല്ലോ, കാണിക്കാം. അല്ലല്ല, ബഹുമാനപ്പെട്ട അംഗത്തോട് ഒരു സംശയം. അങ്ങയുടെ കയ്യിൽ മനസ്സിലായി, എല്ലാവർക്കും ആരാണെന്ന് മനസ്സിലായി, എന്നെ തുറന്നുള്ളൂ. കാരണം എല്ലായിടത്തും അറിയിപ്പ് കൊടുത്തു ഒരു കൗൺസിലറായ ഗിരികുമാർ, ആ കൗൺസിലർ എവിടെ നിന്നാണ് അങ്ങനെ ഒരു അറിവ് കിട്ടിയത്? എനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയില്ല. ഇന്നും പറഞ്ഞത് എന്താണ്? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എന്നിട്ട് ഇപ്പൊ പറയുന്ന PMAY ലോഗോ.
ഇത് ആദ്യമേ നമ്മൾ പറയാണ് PMAY ലോഗോ വയ്ക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ആരോടും പറയാതെ കൊണ്ടുവച്ച് നടത്തിയ പരിപാടി വളരെ മോശമായ പരിപാടിയാണ്. ജനാധിപത്യത്തിന് പറ്റിയതല്ല ഇത്. പരസ്യമായി എത്രയോ കവല പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നു, രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നു, കൗൺസിൽ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നു. നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതാത് കമ്മിറ്റികൾ അറിയിക്കുകയും കമ്മിറ്റിയിൽ നിന്ന് മേയറുടെ അടുത്ത് എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെ മേയറായിട്ട് ഇനി മനസ്സിൽ അവർ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറ്റമല്ല. ഇല്ലാത്ത കാര്യം സഭയിൽ വിളിച്ചു പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് ആ മറുപടി നമ്മൾ പറയും. പറഞ്ഞിട്ട് പോയ ചരിത്രമേ BJPക്കുള്ളൂ. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ല. അങ്ങ് സംസാരിച്ചപ്പോൾ ഒരാളും ഇടപെട്ടില്ല. ഒറ്റ ഭാഗം പറഞ്ഞില്ലല്ല. അഖിൽ രവികുമാർ പറഞ്ഞത് 20 കൊല്ലത്തെ പാരമ്പര്യമാണ് എൻ്റെ കൗൺസിൽ ജീവിതമെന്ന്. 20 കൊല്ലം, അതെ 20 കൊല്ലം കൗൺസിലറായിരുന്നു. ഇവിടെ പോലീസ് ഉണ്ട്, അങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ കുത്താൻ ഇവിടെ ആരെ കുത്തിയാലും മേയർ ആര്യ രാജേന്ദ്രൻ തയ്യാറായത്. അതെ, തയ്യാറായോ? കഴിഞ്ഞ 2.5 വർഷക്കാലം തയ്യാറായോ? പക്ഷെ VV രാജേഷ് അത് തയ്യാറായപ്പോൾ എന്തിനീ അസഹിഷ്ണുത? ദീപക് പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം തീരുമാനിച്ചു, എല്ലാവർക്കും വീട് കൊടുക്കാൻ തീരുമാനിച്ചു. അടുത്തായി നിങ്ങളെ കണ്ണ് തുറപ്പിക്കുവാനെങ്കിലും നമുക്ക് സാധിച്ചല്ലോ സഖാക്കളെ. അറിഞ്ഞില്ല എന്ന് ഈ കള്ളം പറയുന്നത് എന്തിനാണ്? ഈ കള്ളം പറയുന്നത് എന്തിനാണ്? ഈ കള്ളം, പച്ചക്കള്ളം പറയുന്നത് ഞാൻ പറയാണ്. നിങ്ങളാണ് പറഞ്ഞത് 20 കോടി മാറ്റിവെച്ചിട്ട് എത്ര കോടി രൂപ എവിടെയാണ് മാറ്റിവെച്ചതെന്ന് പറയണമെന്ന് നിങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ശ്രീകുമാറിന്റെ ചെവിട്ടിൽ പല പ്രാവശ്യം നമ്മുടെ ഗിരികുമാർ വന്ന് കുത്തിയെന്ന്. ബാക്കി 740 കോടി രൂപ പോയാൽ ബാക്കി പണം എവിടെ? BJP ചോദിക്കാൻ ആവശ്യപ്പെട്ട് ദീപക് ഇതിന്റെ ഉത്തരം പറയണം. അവിടെ നടക്കുമ്പോഴേക്കും ഞാൻ ഇപ്പൊ പേര് പറയുന്നില്ല, ഇവിടെയുള്ള പ്രതിപക്ഷ കൗൺസിലർമാർ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ടാൻസാനിയയിൽ നിന്ന് ഒരു വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് വിളിച്ചിരുന്നു. അവരെ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ കോർപ്പറേഷനിലേക്ക് വിളിച്ചിരുന്നു. ഞാൻ വാർഡിനെ വെട്ടിമുറിച്ച് എണ്ണം കുറച്ച ഘടകത്തിന് കഴിഞ്ഞ തവണ അകമഴിഞ്ഞ പിന്തുണ കൊടുത്ത സ്വതന്ത്ര കൗൺസിലായിരുന്ന അങ്ങ് ആ ഘടകത്തിന്റെ ചിഹ്നത്തിലാണ് അങ്ങ് ഇപ്പൊ ജയിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി സാമ്പത്തികം ഏതു തരത്തിലായാലും വാങ്ങിയെടുക്കുവാനും അത് 101 വാർഡുകളിലും തുല്യമായി പ്രയോജനപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ചിത്രം വീടുകൾക്ക് മുൻപിൽ പതിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ കൗൺസിൽ ധാരണ വരുന്ന തരത്തിൽ സ്റ്റേറ്റ് ക്യാപിറ്റലിലെ കോർപ്പറേഷൻ എന്നുള്ള തരത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വികസന കാര്യങ്ങൾ പ്രതികരിച്ചത്. ചിലരൊക്കെ സൂപ്പർ മേയർ ആവുകയാണ്, മേയർ അല്ലേ മറുപടി പറയുന്നത്, അത് ആദ്യമായിട്ടുള്ള അറിവാണ്. സെക്ഷനിൽ ചോദിക്കോ സാർ? സെക്ഷനിൽ ചോദിക്കുക. എന്റെ കയ്യില് ഞാൻ പറയട്ടെ, ഇവിടെ 3 ടേം തുടർച്ചയായിട്ട് കൗൺസിലർമാരായിട്ടുള്ള അങ്ങ് ഇവിടെ കൊടുത്താൽ മതി. 3 ടേം തുടർച്ചയായിട്ട് കൗൺസിലർമാരായിട്ടുള്ളവരുണ്ട്. ഞാൻ ഉണ്ടെങ്കിൽ പുതിയ അറിവാണെങ്കിൽ പഠിക്കണ്ടേ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ അറിയണമല്ലോ. അങ്ങ് തന്നോളൂ. പ്രധാനമന്ത്രി ഫോട്ടോ ഉണ്ടെങ്കിൽ അത് പുതിയ അറിവായതുകൊണ്ട് ചോദിക്കുക. വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പുതിയ അറിവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയണ്ടേ? പുതിയ അറിവാണ്. ഇതിൽ പ്രധാനമന്ത്രി ഫോട്ടോ മാഡം ഞാൻ പറയട്ടെ, ഇതിൽ കൗൺസിൽ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ, മീഡിയ ഒക്കെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട അംഗം കാണിച്ചത് ഗിരികുമാർ അന്ന് ബഡ്ജറ്റ് ചർച്ചയിൽ ഉയർത്തി കാണിച്ച എംബ്ലമാണ്. അംഗം കാണിച്ച നിങ്ങൾക്ക് നോക്കാം. ബഹുമാനപ്പെട്ട ഇതാണോ പ്രധാനമന്ത്രിയുടെ പടം? ഞാൻ ചോദിക്കട്ടെ. ഞാൻ പറയട്ടെ, നമുക്ക് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട പാങ്ങപ്പാറ കൗൺസിലർ കാണിച്ചത് അന്ന് ഗിരികുമാർ ഉയർത്തി കാണിച്ച എംബ്ലമാണ്. ഇവിടെ സെക്രട്ടറി ഉണ്ട്, 2 ഉദ്യോഗസ്ഥരുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അങ്ങ് പറഞ്ഞ 35 വീടുകളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പടം വച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചാൽ പുതിയ അറിവായതുകൊണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയണമല്ലോ, കാണിക്കണം. ബഹുമാനപ്പെട്ട അംഗത്തോട് ഒരു സംശയം. അങ്ങയുടെ കയ്യിൽ വെയിറ്റ് ചെയ്യൂ. അങ്ങയുടെ കയ്യിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, പ്രധാനമന്ത്രിയുടെ ചിത്രം ഏതെങ്കിലും വീട്ടിൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് വച്ചിട്ടുണ്ടോ?